ഇങ്ങനെ പൊന്നെ ഇനി ഇളക്കട്ടെ. ഞാൻ കുറെ നാളായി ദോശ ചേച്ചി, സോറി. ഇനിയിപ്പം ചോദ്യം വരുമോ പൂട്ടാ, നമ്മൾ ഇനി ഇവിടെയാണ്? അതാ ഹായ് ഗൈസ്, അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്നൊരു പഴച്ചുര കേട്ടിട്ടില്ലേ? അങ്ങനൊരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ആ കുട്ടിയുടെ ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളാണ്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ചെകഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഗ്ലാമി ഗംഗ യൂട്യൂബിനകത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വാടക വീടിന്റെയും സാധാരണ സ്വന്തം വീട്ടിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് തുടങ്ങിയൊരു കുട്ടി പിന്നീട് യൂട്യൂബിൽ സക്സസ് ആവുകയും വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുകയും നല്ലൊരു വീട്, സെറ്റപ്പ്, ബാങ്ക് ബാലൻസ്, നല്ലൊരു ലുക്കിൽ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി. അവർ വന്ന ആ ഒരു വഴിയും അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഡിഫറെന്റ് ആയിരുന്നു. കുട്ടിയുടെ പഴയ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സ്വന്തം വീടൊന്നുമല്ല, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ നമ്മുടെ 50K സെലിബ്രേഷനിലൊക്കെ നിങ്ങളൊരു വീട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതല്ല കേട്ടോ, ഞങ്ങളിപ്പം ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ ഇങ്ങോട്ട് മാറിയിട്ട്. അപ്പം അത് വേറെ വീട്, ഇത് വേറെ വീട്. അപ്പോൾ ഈ വീടിന്റെ ഒരു ഹോം ടൂറാണ് കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഹോം ആണോ എന്ന് ചോദിച്ചാൽ ഹോമാണ്, ഹോം അല്ലെങ്കിൽ ചോദിച്ചാൽ ഹോം അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. ഇനിയിപ്പോൾ ഇത് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഇടും, ഇങ്ങനത്തെ ഒരു വീട്ടിൽ കിടന്നാണ്ടോ നീ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കുറേ പേര് ചോദിക്കും. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, എന്റെ ഇഷ്ടമാണ് എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ ഉള്ളത്. എന്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്റെ റിലേഷൻഷിപ്പ് ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല. എന്റെ പാഷനാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് പോവാം. ഓൾഡ് ഗ്ലാമി പണ്ടത്തെ ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമുക്ക് ആ കുട്ടിയുടെ ചുറ്റും, ആ കുട്ടിയുടെ സംസാരത്തിന്, വേഷത്തിന്, കാര്യങ്ങളിൽ, ക്യാമറ ക്വാളിറ്റി എന്നൊക്കെ മനസ്സിലാവും. അതിൽ നിന്ന് ഒത്തിരി മെച്ചപ്പെട്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുള്ളത്. അഹങ്കാരവും അഹംഭാവവും കുറച്ച് പൈസയും ഫെയിമും വന്ന സമയത്ത് വന്നു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇതിന് മുമ്പൊന്നും അങ്ങനെ ഒരു നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും ഇവർക്കെതിരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അത് കേൾക്കാനുള്ള കാരണം, വിവാഹം കഴിഞ്ഞു, അപ്പു എന്ന് പറയുന്ന ഒരാളുടെ വിവാഹം കഴിച്ചു. അവൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇവരുടെ സെക്കൻഡ് മാരേജ് ആയിരുന്നു ഇവളുടെ ഫസ്റ്റ് മാരേജും. അപ്പോൾ ഫസ്റ്റ് ടൈം വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ആ റൂം ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയും അതിൽ പുള്ളിക്കാരിൻ്റെ ഫേസിൽ എക്സ്പ്രഷൻ വെച്ചിട്ട് ഗ്ലാമി ഗംഗയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന ഊഹത്തോടെ ഒത്തിരി പേര് ആ ഒരു വീഡിയോയ്ക്ക് അവൻ്റെ വീട്ടുകാരും അവനെയും ബ്ലെയിം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം അത് അങ്ങനെയല്ല, അപ്പൂന് ചിക്കൻ പോക്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗ്ലാമി വേറൊരു വീഡിയോ ചെയ്തു. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ അതിൻ്റെതായ പാടുകളും മാർക്കുകളും ഉണ്ടാവില്ല. ഇത്ര പെട്ടെന്ന് മാഞ്ഞു പോയോ എന്നുള്ളത് ഒരുപാട് പേര് മുമ്പോട്ട് ഉന്നയിക്കുന്ന ചോദ്യമാണ്. അപ്പൂന്റെ വീട്ടിൽ കയറണേണ്ട അന്ന് ഇവിടെ അതുകൊണ്ടാണ് ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, ഞാൻ വന്നപ്പോൾ അപ്പു മുണ്ടും പൊയ്ക്കൊണ്ട് നിന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കുളിത്തുരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറൊന്നുമല്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പൂന് ചിക്കൻ ബോക്സ് ആയിരുന്നു. ഇവിടെ അച്ഛൻ, അമ്മ, ചേച്ചി, കുഞ്ഞ് എല്ലാവരും പറഞ്ഞു ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കിടക്കായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണം ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ട. അവന് മൂടി കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത് ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്. ഇതിൽ പിന്നെ വേറൊരു ബെഡിലാണ് കിടന്നത്. അപ്പം ആ ബെഡ് ആയതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് ഇനി വന്ന് അതെല്ലാം ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. എന്റെ അറിവിൽ എന്റെ പരിചയക്കാരായ ആൾക്കാർക്ക്, സുഹൃത്തുക്കൾക്ക് ചിക്കൻ ബോക്സ് വന്നതിന്റെ പാട് ഇപ്പോഴും ഒരു മുറി പോലെ മൂക്കിന്റെ സൈഡിലും കവിളിന്റെ ഇവിടെയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറെ മുമ്പ് വന്ന് പോയതാണെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ള പാടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഗ്ലാമി ഗംഗേന്റെ ഫസ്റ്റ് മാരേജ് ആണ്. അപ്പോൾ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ആ വീട് കുറച്ചും കൂടെ ഒരുക്കി, കുറച്ചും കൂടെ ഭംഗിയാക്കി, വൃത്തിക്ക് വെക്കണം എന്നുള്ളൊരു മിനിമം സെൻസും കാര്യങ്ങളും അവനും അവന്റെ വീട്ടുകാർക്കും വേണമായിരുന്നു. പക്ഷെ അത് അവന്റെ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് വലിയ ആർഭാടമാക്കിയിട്ടില്ല എന്നുള്ളതാണ് കമന്റ് ബോക്സ് കണ്ട സമയത്ത് മനസ്സിലായത്. എന്നാലും അറ്റ്ലീസ്റ്റ് അവന്റെ റൂമെങ്കിലും ആ ബെഡിൽ കിടക്കുന്ന സാധനങ്ങളോ അതും ഇതും എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് തട്ടി വിരിച്ച്, പൂവൊന്നും വെച്ച് വലിയ ആർഭാടാക്കണം എന്ന് പറയുന്നത്, ഒന്ന് തട്ടി വിരിച്ച് വൃത്തിയാക്കി വെക്കുന്നത് ഒരു മര്യാദയാണ്, ഒരു മാനേഴ്സ് ആണ്. അത് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ശേഷം ആ ഫസ്റ്റ് നൈറ്റിന്റെ സമയത്ത് റൂം അലങ്കരിച്ചത് എല്ലാവരും കണ്ടു കാണും. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ കണ്ടതിനേക്കാളും അതീവ ഗംഭീരമായി തന്നെ ആ റൂമും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്ലാമിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെയ്തു വെച്ചതാണ് എന്നാണെങ്കിൽ അത് നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നോർമലി ബ്യൂട്ടി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം അതൊരു ഫാമിലി വ്ളോഗ് സെറ്റപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാരേജ് മുതൽ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഈ ഒരു ദിവസം വരെ വീട്ടിലെ വിരുന്ന്, അത് ഇതെന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യത്തിന് നല്ല വ്യൂസ് ഉണ്ട്, അതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല വരുമാനം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ലൈഫിൽ ഇത്തരത്തിലുള്ള ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഓൺലൈനായിട്ട് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ ചെറിയ ചെറിയ നെഗറ്റീവ്സും കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും ആൾക്കാർ വിമർശനമായിട്ട് ഉന്നയിക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ദോഷം ചെയ്യും. പ്രത്യേകിച്ച് അപ്പുവിന്റെ കളി, സംസാരം, മാനറിസം കാണുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഇവൻ പൊട്ടനാണോ, ഇവനെ അറിയത്തില്ല, ഇവൻ മന്ദബുദ്ധിയാണോ, എന്താ ഇവന്റെ കളി, ഓവർ ആക്ടിങ്, ഓവർ ക്യൂട്ട്നെസ്, ഇങ്ങനെ അത് ഇത് ഓവർ റൊമാൻസ് കാണിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് അയാളെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ
ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു റൂട്ടിൽ നിന്ന് വഴിതെറ്റിയിട്ട് വേറെ റൂട്ടിലോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആൾക്കാർ ഇത്രയും നെഗറ്റീവ്സ് പറയുന്നത്. ഒരുപക്ഷെ അവൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഒത്തിരി പേര് പറയുന്നു ഇവളുടെ പൈസ കണ്ടിട്ടാണ്, ഇവരുടെ വീട്ടിൽ പോയി നിന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങൾക്ക് കമൻറ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അതിന് മുമ്പ് ഗ്ലാമി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനിയിപ്പം ചോദ്യം വരുമോ പൂട്ടാ, നമ്മളിനി ഇവിടെയാണോ അതോ അവിടെയാണോ? നിന്റെ ഉത്തരം നീ പറഞ്ഞു, എന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മന് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളും ഇവിടെ സ്റ്റുഡിയോ ഒക്കെ ഇവിടെ ഉള്ളൂ, വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഇവിടെ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിവിടെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഹാപ്പി ആയിട്ട് നിൽക്കണം അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ 2 വീട് മാറി നിൽക്കും എന്നാണ് നമ്മളെ പ്ലാൻ. നമ്മളെ സൗകര്യം അവർക്ക് ഒരു പ്രശ്നമില്ല, അവരൊക്കെയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിൽക്കാനേ പറ്റുള്ളൂ. സൗകര്യം അനുസരിച്ചല്ലേ, നമ്മളെ സൗകര്യം അനുസരിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അത് ശരിയാണ്. അവൻ്റെ വീട് അപേക്ഷിച്ചിട്ട് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് പോകാൻ എന്തുകൊണ്ടും അവളുടെ വീടും അവളുടെ ആ ഒരു സ്പേസും തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. അവൻ്റെ വീട്ടിലതൊന്നും ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളും കുറവാണ്. ചെറിയൊരു വീടൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു, അത് കാണുന്ന ആളുകൾ മനസ്സിലാക്കണം. പക്ഷെ അവിടെ വന്നൊരു വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നു ഇവന് പൈസ മതി, അച്ചി വീട്ടിൽ പോയി പെറ്റ് കിടന്നാൽ മതി, പണിയെടുക്കണ്ടല്ലോ, അവൾ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവിടെ നിന്നാൽ മതി, അതൊന്നും അവനെ ബുദ്ധിമുട്ടാകുന്ന വിഷയമേ അല്ല, അവന് കുറച്ച് പൈസ കിട്ടിയാൽ മതി, കൈ നനയാതെ മീൻ പിടിക്കണം. ഇതൊക്കെയാണ് ആളുകൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നെഗറ്റീവ് പറയുന്നത്. അഹങ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ ഗ്ലാമിൻ്റെ പഴയ, ഞാൻ സബ്സ്ക്രൈബർ അല്ല എന്നുണ്ടെങ്കിലും ചില വീഡിയോസും കാര്യങ്ങളൊക്കെ സജഷനിൽ വരുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരാളാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ വളരെ വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ടുള്ള ആ ഒരു സംസാരത്തിന് ഇപ്പോൾ എന്തോ ഒരു കൊഞ്ഞി പിടിച്ച മാതിരിയൊക്കെയാണ് വർത്തമാനം പറയുന്നത്. ഞാൻ 11 മണിക്ക് ഉറപ്പായിട്ട് ഞാൻ ചെന്നിട്ട് നോക്കിയപ്പോൾ ഇവരൊക്കെ വേവിച്ച് തന്നു. അപ്പൊ അതൊക്കെ ഞാൻ തിന്നോണ്ട് വീണ്ടും നേരത്തെ പോയി. എനിക്ക് ചോയ്സ് ഉണ്ട്, ഒന്നും ചെയ്തിരിക്കുന്ന ചോയ്സ് എനിക്കില്ലേ പൂട്ടാ? ഞാൻ പൂട്ടമ്മ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അയാൾ എനിക്ക് വെള്ളം കൊണ്ട് തരും, അതുകൊണ്ട് തരും. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് എല്ലാം ചെയ്തു തരും, തുണി മടക്കി തരും, തുണി വിരിച്ചു തരും, തുണി ഇട്ട് തരും, ഇരുന്നാൽ മതി. കൂട്ടിയിരിക്കും, എല്ലാം ചെയ്യും. ഇപ്പൊ ഇന്നലെ റൂമിൽ കുറെ വേസ്റ്റ് ആണ്, അതൊക്കെ ഇന്ന് രാവിലെ കൊണ്ടുപോയിക്കണം. അപ്പം എന്നിട്ട് ഞാൻ ഗെറ്റ് റെഡി എടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ ഇരിക്കും. ആൾക്കാർ കമന്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് ഇവർ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർക്ക് കൊഞ്ഞി വന്നു. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ചോദിക്കുന്നത്, അവരെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചോദിക്കുകയാണ് എന്താ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ ഇവൾക്ക് കൊഞ്ഞി വന്നോ? കാരണം അങ്ങനെ കൊഞ്ചി കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. മേ ബി കല്യാണം കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോകത്തോ ആയിട്ട് പുള്ളിക്കാരി കുറച്ച് ക്യൂട്ടായിട്ടോ അല്ലെങ്കിൽ പ്രായം മനസ്സുകൊണ്ട് ചെറുതാവുകയോ ചെയ്തിട്ട് പ്രകടിപ്പിക്കുന്നതായിരിക്കാം ശബ്ദത്തിലും പെരുമാറ്റത്തിലും എല്ലാം തന്നെ. പക്ഷേ ആളുകൾ അതെടുക്കുന്നത് വേറെ രീതിയിലാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാമി ഗംഗ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അവരുടെ ഇപ്പോഴത്തെ മാരേജ് റിലേറ്റഡ് സാധനങ്ങളുടെ വീഡിയോസിൻ്റെ അടിയിൽ പോവുക, കമൻറ്റ് വായിക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിനുശേഷം ദോശ ചൂടുന്ന ഒരു രംഗം കണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആ ഒരു വീഡിയോ ആദ്യം കൊടുക്കുക, നിങ്ങളത് കാണും. പൊന്നെ ഇളക്കട്ടെ, ഞാൻ കുറെ നാളായി ദോശ ചോദിച്ചു. സോറി ശശി, ക്ഷമിക്കണം, എൻ്റെ അടുത്ത് കുറച്ച് പൊസിഷൻ മാറിപ്പോയി ആയിരുന്നു. പണ്ട് ഞാൻ ദോശ ചുടുമായിരുന്നു. നീ എന്തൊരു താങ്ക്സ്. ഞാൻ അമ്മയ്ക്ക് അമ്മയോട് പറയാം ഞാനാണ് ദോശ ചുട്ടേന്ന്. എന്തിനു ഞാൻ ഇളക്കട്ടാ? കാശ് ഞാൻ ഇട്ട് തരാം. വന്ന ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പ്രീവിയസ് വീഡിയോസ് മുതൽ ഈ ഒരു വീഡിയോസ് വരെ ജസ്റ്റ് ഒന്ന് പിന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദോശ ചൂടാൻ അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആ ഒരു ടച്ച് വിട്ടുപോയതാണോ എന്നുള്ളതൊക്കെ. പണ്ട് ഇവർ ജീവിച്ച ആ ഒരു സാഹചര്യം, ചുറ്റുപാട്, വീട്, കുക്കിംഗ് കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈലെല്ലാം അവരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന പഴയ ഗ്ലാമിനെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടു. അപ്പം ഇതിൽ എനിക്ക് ദോശ ചൂടാൻ അറിയില്ല, ഇതെങ്ങനെയാണോ ഒന്നും അറിയാത്തൊരു കുട്ടീനെ പോലെ എന്തോ വലിയ പൈസക്കാരെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരു പാവപ്പെട്ട വീട്ടിലോട്ട് കെട്ടിക്കയറി വന്ന പെണ്ണിനെ പോലെയൊക്കെയാണ് ഇവൾ ബിഹേവ് ചെയ്യുന്നത്. അത് ഒരു പരിധി വരെ ആൾക്കാർ പറയുന്നത് ശരിയാണ്, ഐ അഡ്മിറ്റ് ദാറ്റ്. കാരണം പുള്ളിക്കാരിൻ്റെ കളികളിലും ചിരികളിലും ഒക്കെ അതുണ്ട്. വന്ന വഴി മറന്ന് തലമറന്ന് എണ്ണ തേക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു പരിപാടി. ഞാൻ വളർന്നു വന്ന സാഹചര്യം ഇതാണ്. ഞാനൊരു കുഞ്ഞു വീട്ടിൽ ജീവിച്ചതാണ്, വാടക വീട്ടിൽ ജീവിച്ചതാണ്. എൻ്റെ വീട് ഇങ്ങനെ ആയിരുന്നു, കുറഞ്ഞ സൗകര്യമേ ഉള്ളുമായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ഡ്രസ്സപ്പ് ചെയ്ത ആൾക്കാരാണ്, ഞാൻ ഇങ്ങനെ സംസാരിച്ച ആൾക്കാരാണ്, ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ച ആൾക്കാരാണ്. ഇതിലും ചെറിയ സാഹചര്യങ്ങൾ സെറ്റപ്പിൽ ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാടെ മറന്നുകൊണ്ട് പുതിയൊരു ഗംഗയായിട്ടാണ് ആൾക്കാരുടെ മുമ്പിൽ ഈ കുട്ടി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈസ ഉണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാം, ആ ഒരു മൈൻഡ് സെറ്റ് അവരുടെ പല സംസാരത്തിലും കാര്യങ്ങളിലൊക്കെ പ്രകടമാവുന്നത് കണ്ടു. റിസപ്ഷൻ എടുത്ത സാരി കൊള്ളാം അല്ലേ? സെറ്റ് അമ്മ
കൊള്ളാം ഇത്. ആ കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. കൊള്ളാം. അല്ല അതില്ല, ഇതിപ്പോ കൊള്ളാം. അതെ, നീ ഐഡി കൊള്ളാം അല്ലേ? ഇതാകുമ്പോ നല്ല നല്ല രസമുണ്ട്. അമ്മ സാരി ഉടുക്കൂല, അമ്മയ്ക്ക് ചുരിദാറാണ് ഇഷ്ടം. അതല്ലേ എന്റെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, മക്കളെ അമ്മയ്ക്ക് സാരി വേണ്ട ചുരിദാർ. ഇത് കൊള്ളാം, നല്ല രസമുണ്ട് ഇത്. എന്താ പറയുക, അവന്റെ അമ്മ ഒരു സാരി അടുപ്പിച്ച് ചുരിദാർ ആക്കി, കല്യാണത്തിന് അങ്ങനെ എടുത്തു കൊടുത്ത് സാരി അടിച്ച് ചുരിദാറാക്കി. പുള്ളിക്കാരിക്ക് ഇടാൻ ചുരിദാറാണ് കംഫർട്ടബിൾ, അതുകൊണ്ട് അതാക്കി. അപ്പോഴും അത് നന്നായിട്ടുണ്ട്, അടിപൊളിയാണ് 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 എന്ന് ആ കുട്ടി പറയുന്നുണ്ടെങ്കിലും ആ ഒരു എന്താണ് മാനറിസം അല്ലെങ്കിൽ ആ ഒരു സംസാരം, ഫേസിൽ എക്സ്പ്രഷൻ, അതെല്ലാം കൊണ്ട് എന്തോ ഇഷ്ടപ്പെടാത്ത പോലെയാണ് ആൾക്കാർക്ക് അത് ക്യാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നെഗറ്റീവ്സ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, തൊട്ടതും പിടിച്ചതും എല്ലാം യൂട്യൂബിനകത്തോട്ട് ലൈഫിൽ ജീവിത കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള മിസ്റ്റേക്സ് ആണ്. ഇനി ആ കമൻറ്റിലോട്ടൊന്ന് പോവാം. ഇനി അവനെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവ് തോന്നിയത് ഗംഗയുടെ പൈസയൊക്കെ കണ്ടു വന്നതാണോ എന്ന്. ഒരാളെ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ജീവിതത്തിലോട്ട് ക്ഷണിക്കുമ്പോൾ അവൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും, അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. ആദ്യമായി ചെക്കൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഒരു റൂം പോലും വൃത്തിയിൽ വെക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവൻ എന്താണ് കഴിയുക? അതൊരു പോയിന്റ് ക്വസ്റ്റ്യനാണ്. അവന് പറയാവുന്നതേ ഉള്ളൂ, വേറെ ഒന്നും സെറ്റപ്പ് ചെയ്തിനും കുഴപ്പമില്ല. ഞങ്ങൾ മാരേജ് കഴിഞ്ഞ് ആദ്യമായിട്ട് വരികയാണ്, അത് അവളുടെ ഫസ്റ്റത്തെ കല്യാണമാണ്, എൻ്റെ കല്യാണമാണ് രണ്ടാമത്തത്. സോ അവൾ വരുന്ന സമയത്ത് റൂം മാത്രം ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കണം, റൂം മാത്രം ഒരു അടിപൊളിയായിരിക്കണം, അവൾക്കത് കാണുമ്പോൾ ഒരു വാവ് എഫക്റ്റ് കിട്ടണം എന്ന് പറയാൻ പോലും അവന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അയാളുടെ പോരായ്മയാണ്. അവനും അവൻ്റെ വീട്ടുകാർക്കും അത് സെക്കൻഡ് മാരേജ് ആയതുകൊണ്ടായിരിക്കാം പോയിന്റ്. എന്നാൽ ഗംഗ അങ്ങനെയല്ലല്ലോ, കാര്യമാണ്. ഗംഗ അങ്ങനെയല്ല, ആ കുട്ടിയുടെ ഫസ്റ്റ് മാരേജ് ആണ്. അത് മനസ്സിലാക്കിയിട്ട് ആ വീട് അതിൻ്റെതായ രീതിയിൽ ഭംഗിക്ക് ഉണ്ടാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. അവിടെ അവർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവൾ അപ്പൂട്ട സെറ്റ് എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് അവളുടെ വിഷമം. ആർക്കും ഒന്നും തോന്നാതിരിക്കാൻ അങ്ങനെ പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം സെറ്റ് അടിപൊളിയായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഫേസ് അത്ര ഓക്കെ അല്ല. ഇനി ആ ദോശ ചുടുന്ന സാധനം, പഴങ്കഞ്ഞി മുളകൊടിച്ച് തിന്നിട്ട് വളർന്നവളാണ്. എന്തൊക്കെ പുനൂതം കാണണം. അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കൂടെ പിടിക്കും. ഇങ്ങനെയൊക്കെ കാണിക്കായിരുന്നു നല്ല ഫാമിലിയിൽ നിന്ന് വന്നിരുന്നേ. ഇതിപ്പോൾ അതിദാരിദ്ര്യം പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കിയിട്ട് പൊങ്ങച്ചം കാണിക്കുന്ന പോലെയായി. അതെ, ഞാൻ പറഞ്ഞല്ലോ, അവർ അങ്ങനെയും സഫർ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് എന്തോ വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ചിട്ട് ഇപ്പം പിറന്ന് വീണ് നേരെ ഒരു പാവപ്പെട്ട വീട്ടിലോട്ട് കെട്ടിക്കയറി പോയ പോലെയാണ് ആ പെൺകുട്ടിയുടെ പെരുമാറ്റം. അത്രയും തന്നെ. അതുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്ക് അടുക്കള ജോലിയൊന്നും അറിയില്ല, കാരണം ജനിച്ച നാൾ മുതൽ വീട്ടിൽ ധാരാളം ജോലിക്കാരുണ്ട്. പഴയ വീഡിയോസൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്, ഒന്ന് പോയി കണ്ടാൽ മതി, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്തൊക്കെയാണല്ലേ, ഇത്രയും കഷ്ടപ്പാടിൽ നിന്ന് വളർന്നിട്ട് വന്നതാണ്, എന്നിട്ട് ഒരു ദോഷം മറിച്ചിടാൻ പോലും അറിയില്ലെന്ന്. നെഗറ്റീവ്സ്, അമ്പൻ നെഗറ്റീവ്സ്. ഇത്രയൊന്നും അല്ല, ആ കുട്ടിയുടെ ഷോർട്സും കാര്യങ്ങളും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത് ഇഷ്ടക്കേടുകൊണ്ടോ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അവർ വന്ന വഴി മറക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഒരു വേക്കപ്പ് കോൾ ആയിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണുക. ഇത്രയും അധികം നെഗറ്റീവ്സ് കമൻറ്റ് കിട്ടാനുള്ള കാരണവും ഞാൻ പറഞ്ഞല്ലോ, ലൈഫിലെ എല്ലാ സന്തോഷം, നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് പലപ്പോഴും നിങ്ങളിങ്ങനെ പബ്ലിക്കിലോട്ട് കൊടുക്കുന്ന സമയത്ത് അത് ആൾക്കാർ പല രീതിയിലായിരിക്കും, പല സെൻസിലായിരിക്കും എടുക്കുക. നിങ്ങളുടെ തന്നെ ഫേസിൽ എക്സ്പ്രഷൻസ്, ഗസ്റ്റേഴ്സ്, മാനറിസംസ്, അല്ലെങ്കിൽ വേറെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അതെല്ലാം കാണുന്ന സമയത്ത് ആളുകൾക്ക് അത് മനസ്സിലാവും, സന്തോഷത്തോടെയാണോ ദുഃഖത്തോടെയാണോ ഇഷ്ടക്കേടുകൊണ്ടാണോ ഇഷ്ടം കൊണ്ടാണോ എന്നുള്ളതൊക്കെ. അപ്പം സോ വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പക്വത കാണിച്ചിട്ട് ചെയ്യുക. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ചാനലാണ്, അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. ഇതിപ്പോൾ ഒരുമാതിരി മറ്റേ സുജിൻ്റെ മല്ലു ഫാമിലി, പിന്നെ വേറെ ഏതാണ്ടൊക്കെയോ അങ്ങനെ കുറേ അലവലാത്ത ചാനലുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ കുടുംബം മാത്രം വിറ്റിട്ട് ഞാൻ ഇന്ന് ഡിവോഴ്സായി പക്ഷേ നാളെ കല്യാണം കഴിച്ചു, ഇന്ന് ഡിവോഴ്സായി പക്ഷേ ഞാൻ വീണ്ടും ഒന്നിച്ചു, അങ്ങനെ പറയുന്ന കുറച്ച് ടീംസുള്ള ഇങ്ങനെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ മറച്ചും തിരിച്ചുവിട്ട് കാണാണ്ടാക്കുന്നത്. അതേമാതിരി പോവാതിരിക്കുക, ഇറ്റ്സ് എ റിക്വസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.